അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നബിദിനം ആഘോഷം ഇസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ കെ സമസ്തയിലെ പണ്ഡിതനായ സിംസാറുൽ ഹഖ് ഉദവി മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന എന്ന് തുടങ്ങുന്ന ഹദീസിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഒരു സംസാരം നടത്തി. ആ ഹദീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ്. അതായത് നബിദിനമാഘോഷത്തെ കുറിച്ച് സമസ്തയുടെ വാദം എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും സുന്നത്താണ് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകൾ ഉണ്ട് എന്നൊക്കെയാണ്. പിന്നെ എന്തിനാണ് ഇയാൾ ഈ ഒരു ഹദീസ് അവിടെ എടുത്തുദ്ധരിച്ചത്? അദ്ദേഹം അവിടെ നടത്തിയത് കബളിപ്പിക്കലാണ് എന്നതിൽ ഒരു സംശയവും അതിലില്ല. അതിനെ കൃത്യമായി തന്നെ ഹുസൈൻ സലഫി സംസാരിച്ചു. എന്നാൽ ഒരു വലിയ തലയിക്കെട്ടൊക്കെ കെട്ടി ഒരു പുതിയൊരു മുസ്ലിയാർ രംഗത്ത് വന്നുകൊണ്ട് ഹുസൈൻ സലഫിയോട് 11 ചോദ്യങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഇമാം നബവി ഹദീസിന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അതിനിടയിൽ അദ്ദേഹം ഹുസൈൻ സലഫിയെ എന്തൊക്കെയോ പറഞ്ഞു. ഹുസൈൻ സലഫി ഇവിടെ ആളുകളെ കബളിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ രീതിയിലുള്ള പല സംസാരങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ആശയങ്ങളെയും വളരെ മോശമായ രൂപത്തിൽ വക്രീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ഹുസൈൻ സലഫി. അദ്ദേഹം ചെയ്യുന്ന വലിയ കളവുകളാണ് നമുക്കതിൽ നിന്ന് പിടിക്കാനുള്ളത്, വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു 11 ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരം വന്നപ്പോൾ കൃത്യമായി ബഹുമാന്യനായ സുഹൃത്ത് അൻസാർ ആരിക്കാടി ആ വിഷയത്തിൽ ഒരു സംസാരം നടത്തി. അതിൽ കൃത്യമായി സമസ്തക്കാരുടെ വാദം എന്താണ് എന്നും എന്തുകൊണ്ട് നമ്മൾ ഇത് ബിദ്അത്ത് എന്ന് പറയുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വലാലത്തായ പിഴച്ച ബിദ്അത്തിൽപ്പെട്ടതാണ് ഇത് എന്നൊക്കെ കൃത്യമായി തന്നെ സ്ഥാപിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷെ മുസ്ലിയാർക്ക് അതൊന്നും പിടിച്ചില്ല. മുസ്ലിയാർ പറയുന്നത് എന്റെ 11 ചോദ്യം അവിടെ ബാക്കിയുണ്ട് അത്രേ, ആരെങ്കിലുമൊക്കെ മറുപടി പറയും. അങ്ങനെ ഒരുത്തൻ ഒരു മറുപടി പറഞ്ഞതായി ഞാൻ കണ്ടു. ആ മറുപടി കേട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച രൂപത്തിൽ മറുപടി. ഇവന്റെ കൂലിക്കാരല്ലേ നമ്മളൊക്കെ. ഇവൻ വിചാരിക്കുന്ന രൂപത്തിലൊക്കെ മറുപടി പറയാം. ഇവൻ എന്നാലും കുറച്ച് ചോദ്യം തരാം, അതിന്റെ ഉത്തരം ഇവൻ തന്നെ എഴുതി തരാം. അത് നമ്മൾ ആ വീഡിയോ രൂപത്തിൽ ഇറക്കിയിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. എന്നാൽ ഇദ്ദേഹത്തിന് സമാധാനമാവുമല്ലോ. ഇവിടെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീഡിയോ കണ്ടപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് ഞാനാണ് സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ ഇപ്പൊ ഇമാം നബവിയുടെ കിതാബിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞത്, ഇതൊക്കെ സിംസാർ ഹഖ് ഉദവിയെ കൊണ്ടൊന്ന് പറയിപ്പിക്ക്. അദ്ദേഹമാണല്ലോ ഇതിന് ദുർവ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇങ്ങനെ ഈ നബിദിനം ആഘോഷം ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സിംസാറുൽ ഹഖ് ഉദവിയെ കൊണ്ട് പറയിപ്പിക്ക്. സിംസാറുൽ ഹഖ് ഉദവി പറയുന്നത് എന്താണ്? നബിദിനം ആഘോഷം പ്രവാചകനോ സഹാബാക്കളോ അതുപോലെ തന്നെ ഉത്തമ തലമുറക്കാരോ നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അങ്ങനെ ഒരു വാദിക്കുന്ന ഒരാളെ കുറിച്ച് നാട്ടിക മൂസ മുസ്ലിയാർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ നാട്ടിക മൂസ മുസ്ലിയാർ പറയുന്നത് ഈ ഒരുപാട് കിതാബുകളൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം അങ്ങനെ പറയാം. അല്ലാതെ പറയുന്നവനൊക്കെ എന്താണ്? അപ്പൊ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു മര്യാദക്കളാണ്. എന്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് മര്യാദ. കേട്ടില്ലേ? ഇത്ര കൃത്യമായി അവരുടെ നേതാവായ ഇവരുടെ നാട്ടിക മൂസ മുസ്ലിയാർ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് 1000 നാവാണ്. അങ്ങനെയുള്ള മുസ്ലിയാർ തന്നെയാണ് ഈ പറഞ്ഞു വെച്ചത്. ഇവിടെ സിംസാറുൽ ഹഖ് ഉദവി അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞത് കളവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അതല്ല എങ്കിൽ നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എങ്കിൽ സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത് കളവാണ് എന്ന് സമസ്തക്കാർ സമ്മതിക്കേണ്ടി വരും. രണ്ടാലൊന്നും ഉറപ്പാണ്. അതുപോലെ ഇവരുടെ പല മുസ്ലിയാക്കന്മാരെ നേതാക്കന്മാരായ മുൻഗാമികളായ പല ആളുകളും ഈ രീതിയിൽ തന്നെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ സിംസാറുൽ ഹഖ് ഉദവി മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന എന്ന ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചതാണെന്ന് ഹുസൈൻ സലഫി പറയുമ്പോൾ ഹുസൈൻ സലഫി കബളിപ്പിക്കുന്ന ആളാണ് എന്നും കളവ് പറയുന്ന ആളാണ് എന്നും രീതിയിൽ വളരെ മോശമായി ഇദ്ദേഹം സംസാരിച്ചല്ലോ. നമ്മളെ 10 മീറ്റർ തലയിക്കെട്ടുകാരൻ സംസാരിച്ചല്ലോ. അപ്പോൾ 10 മീറ്റർ തലയിക്കെട്ടുകാരനല്ലേ ഇനി സംസാരിക്കേണ്ടത്? സിംസാറുൽ ഹഖ് ഉദവിയെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കണം എന്ന് പറയാനുണ്ടായ കാരണം അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. ആ കാരണമാണ് ഞങ്ങൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിംസാറുൽ ഹഖ് ഉദവി ഇന്നലെയല്ല ഇത് സംസാരിക്കാൻ തുടങ്ങിയത്. കുറെ കാലങ്ങളായി ഇതേ ഹദീസ് വെച്ചുകൊണ്ട് ഇത് സംസാരിക്കുന്നത്. തങ്ങൾ പറയുകയാണ്, മൻ സന്ന സുന്നതൻ ഹസനതൻ കാന ലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരു മനുഷ്യൻ ഒരു നന്മ നടപ്പാക്കിയാൽ ആ നന്മ ചെയ്തവർക്കും അത് ആരെല്ലാം തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയും കൂലി അത് തുടങ്ങി വെച്ച ആൾക്കുണ്ട്. നിബിതങ്ങൾ മറിച്ചും പറഞ്ഞു, വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഒരു ദുർനടപ്പ് ആരെങ്കിലും തുടങ്ങി വെച്ചാൽ കാന അലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ,
ആരെങ്കിലും ഒരു ചീത്ത കാര്യം തുടങ്ങി വെച്ചാൽ അത് തുടങ്ങിയവർക്കും ആരെല്ലാം അതിനെ തുടർന്ന് പ്രവർത്തിക്കുമോ അവരുടെയും കുറ്റം ഇവർക്കുണ്ട്. അന്ന് കൃത്യമായി, വളരെ കൃത്യമായി, പ്രാമാണികമായി, ഈ തലക്കെട്ടാൻ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് മിനിയാത്ത് ഇടുക്ക് മുളച്ചണൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതാണ്. വളരെ പ്രാമാണികമായി കൃത്യമായി ബഹുമാന്യനായ സുഹൃത്ത് സുഹൈൽ യൂസഫ് സംസാരിച്ചിട്ടുണ്ട്. സിംസാർ ലക്കുദവി ആ ഏരിയ തൊട്ടിട്ടില്ല, ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ സിംസാർ ലക്കുദവിക്ക് പലതവണ ഹുസൈൻ സലഫി മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഈ ചങ്ങാതി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഹുസൈൻ സലഫി ചോദിച്ച പല ചോദ്യങ്ങൾ ഇപ്പം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. സിംസാർ ലക്കുദവി തിരിഞ്ഞു നോക്കുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പലതും വിളിച്ചു പറഞ്ഞങ്ങ് പോകും, പിന്നെ ആ ഏരിയയിലേക്ക് വരില്ല. അതുകൊണ്ട് നമുക്ക് സിംസാർ ലക്കുദവിയെ തന്നെ വേണം, അല്ലാണ്ട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയല്ല വേണ്ടത്. കൃത്യമായി ഈ ചങ്ങാതി പറഞ്ഞ കാര്യങ്ങൾ സിംസാർ ലക്കുദവി പറഞ്ഞോട്ടെ. ഇവൻ സിംസാർ ലക്കുദവി ക്ലാസ് എടുത്ത് കൊടുക്കട്ടെ, എന്നിട്ട് സിംസാർ ലക്കുദവി ഒന്ന് പറയട്ടെ സിംസാറിനെ അറിയാത്തത് കൊണ്ടാണ് എങ്കിൽ. ഇപ്പോ ഇമാം നവവിയുടെ കിതാബ് എടുത്ത് വായിച്ചു എന്ന് പറഞ്ഞില്ല, ഇമാം നവവിയുടെ കിതാബ് വായിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ പറഞ്ഞത് സിംസാർ ലക്കുദവിയെ കൊണ്ട് പറയാൻ വേണ്ടി പറ, എന്നിട്ട് പറയാൻ വേണ്ടി പറ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ള കാര്യമാണ്, സുന്നത്താണ് എന്നൊക്കെ വാദിക്കുന്ന നബിദിനം ആഘോഷം പോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരാനാണ് ഇമാം നവവി പറഞ്ഞിട്ടുള്ളത് എന്ന് പറ. പുതിയ പുതിയ ഇബാദത്തുകൾ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെയാണ് ഇമാം നവവി പറഞ്ഞത് എന്ന് ഈ മുസ്ലിയാർ പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ അത് സിംസാർ ലക്കുദവിയിൽ നിന്ന് നമുക്ക് കേൾക്കണം. സിംസാറും ഇവിടെ ദുർവ്യാഖ്യാനിച്ചു, ഇമാം നവവിയുടെ പേരിൽ ഇദ്ദേഹവും ദുർവ്യാഖ്യാനിച്ചു. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നേതാവിനെ കൊണ്ടുപോവാ, അതല്ലാതെ ഇങ്ങനെയുള്ള തലയ്ക്കെട്ടുകാരനല്ല സംസാരിക്കേണ്ടത്. ഹുസൈൻ സലഫി മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം വന്ന് സംസാരിക്കണം, മനസ്സിലായല്ലോ? അയാൾ വന്ന് സംസാരിക്കട്ടെ, അപ്പോൾ ഹുസൈൻ സലഫി മറുപടി പറയും. അതല്ലാതെ ഇങ്ങനെ ഈ തലയ്ക്കെട്ടിട്ട് ഹുസൈൻ സലഫി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കല പണി. ഇങ്ങനെ കണ്ട അണ്ടനാടകോടനിലും വന്ന് ഇങ്ങനെ സംസാരിക്കും, അതിനൊക്കെ മറുപടി പറഞ്ഞ് നടക്കലാണ് ഹുസൈൻ സലഫിക്ക് പണി. അതാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത്. ഇദ്ദേഹം സിംസാർ ലക്കുദവി എന്ന് പറയുന്ന ഇവന്റെ നേതാവിനെ കൊണ്ടുവന്ന് സംസാരിക്കുമ്പോൾ അത് ഹുസൈൻ സലഫി മറുപടി വരും. കാരണം മുമ്പും സിംസാർ മുങ്ങിയിട്ടുണ്ട്, പല തവണ മുങ്ങിയിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. പിന്നെ പ്രാമാണികമായി തന്നെയാണ് സംസാരിച്ചത്. ആര്? അൻസാർ അരിക്കാടി, അല്ലാതെ ബാലരമി പൂമ്പാറ്റയല്ല വെച്ചിട്ട് സംസാരിച്ചത്. കൃത്യമായി തന്നെ സിംസാർ ലക്കുദവി, ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട സിംസാർ ലക്കുദവിയെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ എന്താക്കണം, കൊണ്ടുവന്ന് ഹുസൈൻ സലഫിക്ക് മറുപടിയായി സംസാരിക്കാൻ വേണ്ടി പറ. അപ്പോൾ ഇവിടെ ഇമാം നവവി നിങ്ങൾ പറഞ്ഞല്ലോ, ആ ഇമാം നവവിയുടെ ഇബാറത്ത് വായിച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ വേണ്ടി പറ. ആരോട്? സിംസാർ ലക്കുദവിയോട്. എന്ത്? ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്ന നബിദിനം ആഘോഷത്തെ, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്ന നബിദിനം ആഘോഷത്തെ, അതുപോലെ തന്നെ സുന്നത്താണ് എന്ന് വാദിക്കുന്ന നബിദിനം ആഘോഷത്തെ, ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്ന് പറയുന്ന നബിദിനം ആഘോഷം ആര് പറയുന്ന? ഞങ്ങൾ പറയുന്നല്ല, നാട്ടുകവി മൂസ മുസ്ലിയാരെ പോലെയുള്ള നിങ്ങളുടെ ഹോജരാജാക്കന്മാരായ മുൻഗാമികളായ നേതാക്കന്മാർ പറഞ്ഞ ആ വിഷയത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇമാം നവവിയുടെ ഈ ഇബാറത്ത് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇമാം നവവി പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. ഇങ്ങനെ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെ പുണ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയതൊക്കെ കൊണ്ടുവരാം, ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പറയാൻ വേണ്ടി പറ. എന്നിട്ടൊന്ന് മറുപടി പറയാം, എന്നിട്ടൊരു മറുപടി അങ്ങോട്ട് പറയുക. അപ്പോൾ അതിന് കൃത്യമായി ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി സംസാരിക്കും. അതല്ലാതെ നീ ഇങ്ങനെ 10 മീറ്റർ തുണിയും ചുറ്റി വന്ന് ആദ്യം 11 ചോദ്യം പിന്നെ 10 ചോദ്യം എന്നിട്ട് ഇങ്ങനെ ചോദ്യത്തിന് എണ്ണം കൂട്ടിയതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇനി മുമ്പേ കൊടുത്ത സിംസാറിന്റെ ഈ വിഷയത്തിൽ മുമ്പേ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, നീ പറഞ്ഞ പ്രാമാണികമായി മറുപടി പറയണം, കിതാബുകൾ വെച്ച് മറുപടി വേണം, ഇബാറത്തുകൾ ഇങ്ങനെ വായിച്ച് മറുപടി, ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്കിനി കേൾക്കാം. ഇനി അതുപോലെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. അത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്ക് കടക്കാം. വെറുതെ മുഅ്മിനീങ്ങളെ വസ്വാസാക്കരുത്. ഞങ്ങൾക്കും അത് തന്നെ ചോദിക്കാനുള്ള, എന്തിനാണ് വെറുതെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വസ്വാസമൊക്കെ ഉണ്ടാക്കുന്നത്? ഇൻഷാ അല്ലാഹ് വീണ്ടും അദ്ദേഹം പറയുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സന്ന സുന്നതൻ ഹസനതൻ കാന ലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരു മനുഷ്യൻ ഒരു നന്മ നടപ്പാക്കിയാൽ ആ നന്മ ചെയ്തവർക്കും അത് ആരെല്ലാം തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയും കൂലി അത് തുടങ്ങി വെച്ച ആൾക്കുണ്ട്. നിബിതങ്ങൾ മറിച്ചും പറഞ്ഞു, വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ, ഒരു ദുർനടപ്പ് ആരെങ്കിലും തുടങ്ങി വെച്ചാൽ കാന അലൈഹി വിസ്റുഹാ വ വിസ്റു മൻ അമില ബിഹാ. ആരെങ്കിലും ഒരു ചീത്ത കാര്യം തുടങ്ങി വെച്ചാൽ അത് തുടങ്ങിയവർക്കും ആരെല്ലാം അതിനെ തുടർന്ന് പ്രവർത്തിക്കുമോ അവരുടെയും കുറ്റം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നതിന് മുന്നേ അദ്ദേഹം വീമ്പളക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് ഇനി ആർക്കും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് മറുപടി നൽകാൻ പറ്റില്ല എന്നാണ്. ആ ഭാഗം എന്ത് ചെയ്യാന്നുള്ളത് കേൾക്കാം.
ഇമാം നബവി തങ്ങളുടെയും മറ്റും നമ്മുടെ പണ്ഡിതൻ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും ഉദ്ധരണികൾ വെച്ച് ഇനിയൊരു കാലത്തൊരു മറുപടി ഇല്ലാത്ത വിധം, അതാണ് എൻ്റെ ആഗ്രഹം. ഇതിന് മറുപടി ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കൊല്ലങ്ങൾക്ക് മുന്നേ 700-800 കൊല്ലങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള സൂഫികളൊക്കെ അവരെ സൂഫി ദിക്റുകളും സൂഫി ഡാൻസുകളും അതുപോലെ തന്നെ മറ്റ് പല ഇബാദത്തുകൾ എന്ന പേരിൽ അവർ നടത്തി വരുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മറുപടി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ കൊണ്ടുവന്നിട്ടുള്ള മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ള ഹദീസ് സൂഫികൾ എന്ത് ചെയ്തിരുന്നു? ആ കാലത്ത് അവർ നടത്തി വരുന്ന സൂഫി ഡാൻസുകൾക്കും സിക്കറുകളും ഒക്കെ ഒരു മറ എന്ന നിലയ്ക്ക് അവർ ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഹദീസാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ള ഹദീസ്. അതിന് എന്താണ് 700-800 കൊല്ലങ്ങൾക്ക് മുന്നേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനായിട്ടുള്ള ഇമാം ഷാത്തിബി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ പറഞ്ഞ ഭാഗം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. എന്തായാലും 700-800 കൊല്ലങ്ങൾക്കുള്ള മുന്നേ തന്നെ ഈ ശംസാൽ ഹക്ക് ഹുദവിക്കും അദ്ദേഹത്തിൻ്റെ പൂർവികരായ ആൾക്കാർക്കും മറുപടി നൽകിയിട്ടുണ്ട്. മറുപടി നൽകില്ല എന്ന അദ്ദേഹത്തിൻ്റെ ഒരു മോഹം മാത്രമായിരിക്കും. സത്യം എന്താണെന്നുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇമാം ഷാത്തിബ് റഹ്മഹുല്ല ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നവർക്ക് ഏകദേശം 3-4 പേജുകളോളം ഉസൂൽ ഫിഖിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മറ്റ് പല വീക്ഷണത്തിലൂടെ അദ്ദേഹം ഈ പറയപ്പെടുന്ന സൂഫികളെ എതിർക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 700-800 കൊല്ലങ്ങൾക്ക് മുന്നേ എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്ത മറുപടി എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. 3-4 പേജുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളത് വായിച്ച് അർത്ഥം വെക്കും. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന് പറയുന്ന ആ ഹദീസിന് ദുർവ്യാഖ്യാനികളുടെ മറുപടി എന്താണ്? വബില്ലാഹി തൗഫീഖ് അൻ നഖൂല നാം പറയുന്നു അമ്മൽ വജ്ഹുൽ അവ്വൽ ഒന്നാമത്തെ വീക്ഷണത്തിലൂടെ നമ്മൾ പറയണം ഫഇന്ന ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ സന്ന സുന്നത്തൻ ഹസന അൽ ഹദീസ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ ഈ പറഞ്ഞ ഭാഗം മൻ സന്ന സുന്നത്തൻ ഹസന എന്ന് പറയുന്ന ആ വാക്ക് ഫലൈസൽ മുറാദു ബിഹിൽ ഇഖ്തിറാ അൽബത്ത ഒരിക്കലും തന്നെ മൻ സന്ന എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന സന്ന എന്നുണ്ടല്ലോ അതൊരിക്കലും തന്നെ എന്തല്ല ഇഖ്തിറാ എന്ന അർത്ഥത്തിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുക, പുതുതായി ഉണ്ടാക്കുക, ബിദ്അത്ത് ഉണ്ടാക്കുക, ബിദ്അ ഹസന ഉണ്ടാക്കുക എന്ന അർത്ഥം ഒരിക്കലുമല്ല. ഫലൈസൽ മുറാദു ബിഹിൽ ഇഖ്തിറാ അൽബത്ത. ഇനി കേട്ടോ ഇല്ല, ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ ലസിമ മിൻ സാലിക തആറുദു ബൈൽ അദില്ലത്തിൽ ഖത്ഇയ്യ. ഇനി അതല്ല, അത് പുതുതായിട്ടുള്ള ഉണ്ടാക്കാൻ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശമെങ്കിൽ നിർബന്ധമായിട്ട് എന്താകും? അത് വ്യക്തമായിട്ടുള്ള ഗണ്യതമായിട്ടുള്ള ഹദീസുകൾക്ക് തെളിവുകൾക്ക് എതിരാകും. അങ്ങനെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമെങ്കിൽ അപ്പോൾ എന്തായാലും വാസ്തവവിരുദ്ധമായിരിക്കും. ഇനി ഇൻ സഅമ അഥവാ സിംസാൽ ഹക്ക് ഹുദവി വാദിക്കാണ് ഈ പറയപ്പെടുന്ന കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ളതും അതുപോലെ തന്നെ മൻ സന്ന സുന്നത്തൻ ഹസന എന്നുള്ളതും അത് വൈരുദ്ധ്യമാണെന്ന് വാദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നൽകുന്നുണ്ട്. അഥവാ മൻ സന്ന സുന്നത്തൻ ഹസന എന്നുള്ളതും കുല്ലു ബിദ്അത്തിൻ ളലാല എന്നുള്ളതും പരസ്പരം വൈരുദ്ധ്യമല്ല എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ വിഷയം. അതല്ല, അത് പരസ്പരം വൈരുദ്ധ്യമാണ് എങ്കിൽ എങ്ങനെയാണ് വന്നിയായ തെളിവുകളെ സമീപിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഖത്ഈയായ തെളിവുകൾ സമീപിക്കേണ്ടതെന്നും എന്താണ് ആം എന്നും എന്താണ് ഖാസ് എന്നും എന്താണ് മുത്ലഖ് എന്നും എന്താണ് മുഖയ്യദ് എന്നൊക്കെ ഉസൂൽ ഫിഖിൻ്റെ കിതാബിൽ ഓരോന്ന് എടുത്തിട്ട് എങ്ങനെയാണ് അതിന് മുൻതൂക്കം നൽകേണ്ടത് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് വാദിക്കാണ് ഇൻ സഅമ നിങ്ങൾ വാദിക്കാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും നമുക്ക് കടക്കും. അഥവാ വൈരുദ്ധ്യമല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച തുടങ്ങാൻ പോവാണ്. ഫലൈസൽ മുറാദു ബിൽ ഹദീസിൽ ഇസ്തിനാന ബിമഅനൽ ഇഖ്തിറാ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ബിമഅനൽ ഇഖ്തിറാ ഒരു പുതുതായി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ബിദ്അ ഹസന ഉണ്ടാക്കാം എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഇനി എന്താണ് അതിൻ്റെ ഉദ്ദേശമെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ എന്താ ഉദ്ദേശം? വഇന്നമൽ മുറാദു ബിഹിൽ അമലു ബിമാ സബത മിനസ് സുന്നത്തിൻ നബവിയ്യ. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അൽ അമൽ ഒരു പ്രവർത്തനം. എങ്ങനത്തെ പ്രവർത്തനം? ബിമാ സബത സ്ഥിരപ്പെട്ട സംഭവം. എവിടെ? മിനസ് സുന്നത്തിൻ നബവിയ്യ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു പ്രവർത്തനം എന്ന നിലക്കാണ് അവിടെ ഇസ്തിനാൻ എന്നുള്ള ഉപയോഗിച്ചത്. അതല്ല ബിദഅ ഹസന എന്ന ഒരിക്കലും അല്ല. അപ്പോൾ സിംസാൽ ഹഖ് ഉദവി പറയുന്നു മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്ന് പറയുന്നത് എന്താണ്? അത് ബിദഅ ഹസന പുതുതായി ഉണ്ടാക്കാനുള്ള ഒരു തെളിവാണെന്ന്. ഇനി ഇവിടെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇവിടെ മൻ സന്ന ഫിൽ ഇസ്ലാം സുന്നത്തൻ ഹസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹിൽ അമലു ബിമാ സബത മിനസ് സുന്നത്തിൻ നബവിയ്യ, സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു അമലാണെന്നുള്ളത്. അപ്പോൾ സിംസാൽ ഹഖ് പറഞ്ഞതാണോ അനി അതല്ല ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഇഅ്തിസാമിൽ പറഞ്ഞതാണ് ശരി എന്ന് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും? ഇൻഷാ അല്ലാഹ് അതിനുള്ള തെളിവിലേക്ക് കടക്കാം. അപ്പോൾ സിംസാൽ ഹഖ് ഉദവി നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ക്രോസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഈ പറയുന്ന കാര്യങ്ങൾക്ക് ക്രോസ് ചെയ്യണം. എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഇവിടെ അൽ അമലു ബിമാ സബത മിനസ് സുന്നത്തിൻ നബവിയ്യ എന്നുള്ളതാണ് അവിടെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാം? നമ്മൾ രണ്ട് വീക്ഷണത്തിലൂടെ തെളിയിക്കാൻ പോവാണ്. ഒന്ന്, ഈ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ ഇവിടെ സിംസാൽ ഹഖ് ഹുദവി കൊണ്ടുവരുന്ന ആശയമല്ല ഒന്ന്. അതുപോലെ തന്നെ ഈ ഹദീസും അതുപോലെ തുല്യമായിട്ടുള്ള ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ബിദഅ ഹസന എന്നുള്ള ആശയം കിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ വീക്ഷണത്തിലൂടെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഇവർ കൊണ്ടുവരുന്ന ഹദീസിനെ ഗണ്ണിക്കുന്നത്. രണ്ടാമത്തെ വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉസൂലാണ്, അടിസ്ഥാനമാണ് എന്ത്? ഒരു കാര്യം നല്ലതും ഒരു കാര്യം ചീത്തയും അത് അല്ലാഹു തആലയാണ് തീരുമാനിക്കേണ്ടത്, അതല്ലാതെ മനുഷ്യന്മാരുടെ അഖ്ല് കൊണ്ടല്ല. ഒരു ഇബാദത്തുകൾക്കൊക്കെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരുടെ ബുദ്ധി അഖ്ല് കൊണ്ടല്ല, മറിച്ച് ശാരിഅ അല്ലാഹു തആലയാണ് തീരുമാനിക്കേണ്ടത്. ഈ രണ്ട് നിലക്കാണ് ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ഇതിനെ ഗണിക്കുന്നത്. ഇനി എങ്ങനെയാണ് അതിന്റെ ഇബാറത്തിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കടക്കാം. അപ്പോൾ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി തുടരുന്നു. അഹദുഹ അഥവാ ഒന്നാമത്തെ വിഷയത്തിൽ അന്ന സബബല്ലസി ജാഅ ലിഅജ്ലിഹിൽ ഹദീസു ഹുവ സ്വദഖത്തുൽ മശ്റൂഅ. ഹദീസിൽ വന്നിട്ടുള്ള സന്ദർഭം എന്താണ്? അതിന്റെ കാര്യം എന്താണ്? അത് സ്വദഖയാണ്, ശരീഅത്തിൽ സ്ഥിരപ്പെട്ട സ്വദഖയാണ്. ബിദലീലി മാ ഫി സ്വഹീഹി മിൻ ഹദീസി ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ. ജരീർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും സ്ഥിരപ്പെട്ടുള്ള ഹദീസിന്റെ ആ ഹദീസിൽ നിന്നാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ളത്. അതിന്റെ സന്ദർഭം നോക്കിക്കഴിഞ്ഞാൽ ഹുവ സ്വദഖത്തുൽ മശ്റൂഅ, ശരീഅത്തിൽ സ്ഥിരപ്പെട്ട സ്വദഖയാണ്. ഇനി ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും സ്ഥിരപ്പെട്ടുള്ള ഹദീസിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കടക്കാം. അപ്പോൾ ജരീർ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമയുടെ റിപ്പോർട്ടിൽ എന്താണുള്ളത്? കുന്ന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സദ്രിൻ നഹാർ ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ ഉറാത്തുൻ മുസ്താബിൻ നിമാരി അബുൽ അബായി മുതഖല്ലിദി സിയൂഫ്. അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പമായിരുന്നു രാവിലെ ആദ്യ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്ത് വന്നു? ഒരു കൂട്ടം ആൾക്കാർ വന്നു. അവരാണെങ്കിൽ എന്തല്ല, ഒരിക്കലും ചെരുപ്പിട്ടിരുന്നില്ല, അതുപോലെ ശരിയായുള്ള വസ്ത്രം ധരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരായിരുന്നു. ആമതുഹും മുദർ ബൽ കുല്ലുഹും മിൻ മുദർ. അവർ കൂടുതൽ പേരും അല്ല എല്ലാവരും എന്താണ് മുദർ ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഫഖമസ വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ റആഹും മിനൽ ഫാഖത്തി. അവിടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒന്ന് വാടി. ഫദഖല ثم خرج فأمر بلالا فأذن وأقام فصلى ثم خطب فقال يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة والآية التي في سورة الحشر اتقوا الله ولتنظر نفس ما قدمت لغد. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവേശിച്ചു. എന്നിട്ട് പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവോട് ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചു. എന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചു. 2 ആയത്തുകൾ ഓതി. സൂറത്തുൽ നിസായിലെ ആയത്തും അതുപോലെ സൂറത്തുൽ ഹശ്റിലെ 18ാമത്തെ ആയത്തും. വബഅദ്, അത് പറഞ്ഞതിൻ്റെ ശേഷം എന്തുണ്ടായി? തസദ്ദഖ റജുലുൻ, ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? സദഖ ചെയ്തു. ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ സദഖ ചെയ്തു. മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി മിൻ സൗബിഹി മിൻ സാഇ ബുർരിഹി മിൻ സാഇ തംരിഹി. അതുപോലെ തന്നെ ദീനാർ കൊണ്ടും ദിർഹമുകൾ കൊണ്ടും അതുപോലെ തന്നെ കാരക കൊണ്ടും അതുപോലെ തന്നെ ധാന്യങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്തു? മനുഷ്യന്മാർ സദഖ ചെയ്യാൻ തുടങ്ങി. ഹത്താ ഖാല വലൗ ബിശഖ്ഖി തംറ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി പകുതി ഒരു ഈത്തപ്പഴ പകുതിയാണെങ്കിൽ എന്ത് ചെയ്യാൻ? നിങ്ങൾ സദഖ ചെയ്യാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ قال فجاءه رجل من الأنصار بسرة
കഫുഹു തഅജിസു അൻഹാ ബൽ ഖദ് അജസത്. അൻസാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ബാഗായിട്ട് അദ്ദേഹത്തിന് പൊക്കാൻ തന്നെ കഴിയുന്നില്ല, അത്രക്കും ഈ സ്വതക്കായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഖുത്ബ കേട്ടിട്ട് സ്വതക്കായിട്ട് എന്ത് ചെയ്തു വന്നു. അത് കണ്ടപ്പോൾ അതിനുശേഷം ഈ സഹാബിയായിട്ടുള്ള അൻസാർ ഗോത്രത്തിൽപ്പെട്ട ഈ സഹാബിയുടെ ഈ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ജനങ്ങൾ അതിൽ പിന്തുടർന്നു. എത്രത്തോളം വെച്ചാൽ 2 കുന്നോളം വരെ ഈ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ എന്തായി ഇങ്ങനെ കൂടി വന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സ്വർണം പോലെ തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ ചെയ്ത് കാണിച്ചാൽ ഫലഹു അജ്റുഹാ, അവനതിനുള്ള കൂലിയുണ്ട്. വഅജ്റു മൻ അമില ബിഹാ ബഅദഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം, അതുപോലെ തന്നെ ഈ പ്രവർത്തനം അതിൻ്റെ ശേഷം ആരാണോ അത് പിന്തുടർന്നത് അവൻ്റെയും കൂലി അവൻക്ക് തന്നെ കുറയാതെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒമൻ സന്ന സുന്നത്തൻ സയ്യ, ഓക്കെ, അതുപോലെ മോശപ്പെട്ട ഒരാൾ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എങ്ങനെയാണോ നല്ലതുള്ളത് അതേപോലെ തന്നെ ചെയ്തു. അപ്പൊ ഇതാണ് ഹദീസിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം. ഇനി ഇൻഷാ അല്ലാഹ് ഇതിനുള്ള ഗണന നോക്കിക്കോളൂ. സദഖ എന്നുള്ളത് പുതുതായി കൊണ്ടുവന്ന കാര്യമാണ്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്, ആരെയാണ് പഠിപ്പിക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഫതഅമ്മലു ഐന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഅമ്മൽ യാ സിംസാർ, തഅമ്മൽ ഐന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ്, when did he say this? അതുപോലെ ഒമൻ സന്ന സുന്നത്തൻ സയ്യ എന്നുള്ളത് എവിടെയാണ്, എപ്പോഴാണ് സിംസാർ ഹഖ് ഹുദവി പറഞ്ഞിട്ടുള്ളത്? തജിദു ദാലിക, നിങ്ങൾക്ക് കാണാം, സിംസാർ ഹഖ് നിങ്ങൾ കാണാം, ഈമൻ അമില ബിമുഖ്തദൽ മസ്കൂരി അല അബ്ലൈ മാ യഖ്തിറു അലൈഹി. ആ സഹാബിയായിട്ടുള്ള അൻസാർ ഗോത്രത്തിൽപ്പെട്ട സഹാബി അദ്ദേഹത്തിന് കഴിയുന്ന നിലക്ക് പ്രവർത്തിച്ച ആ പ്രവർത്തനത്തെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഹത്താ ബിതിൽക സുറ ഫൻഫതഅ ബിസബബിഹി ബാബു സദഖതി അലൽ വജ്ഹിൽ അബ്ലഗ്. ആ ഒരു പ്രവർത്തനം എന്തായി, അതൊരു തുടരാനുള്ള കാരണമായി, അഥവാ സദഖ കൂടുതലായിട്ട് വരാനുള്ള കാരണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. ഐന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സിംസാൽ ഹഖ് ഹുദവി മറുപടി പറയണം. فسر بذلك رسول الله صلى الله عليه وسلم حتى قال من سن في الإسلام سنة حسنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന അൽ ഹദീസ ഫദല്ല അല അന്ന സുന്നത ഹാ ഹുനാ. അപ്പോൾ ഹദീസിൽ ഇസ്തിനാൻ മൻ സന്ന ഫിൽ ഇസ്ലാം സുന്നത്തൻ ഹസന എന്ന് പറഞ്ഞത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മിസ്ലു മാ ഫഅല ദാലിക സ്വഹാബി, അൻസാർ ഗോത്രത്തിൽപ്പെട്ട സ്വഹാബി പ്രവർത്തിച്ച ആ പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാകട്ടെ വഹുവൽ അമലു ബിമാ സബത കൗനുഹു സുന്ന, ആ പ്രവർത്തനമാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ്, അതല്ലാതെ ബിദ്അ ഹസനല്ല. അപ്പോൾ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് പല ഹദീസുകളും കൊണ്ടുവന്നു. ഒരു ഹദീസ് മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത്, നമ്മളിവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ബാക്കി പല ഹദീസുകളും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ അമലു ബിമാ സബത മിന സുന്നത്തിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു പ്രവർത്തനം ആണ് അവിടെ ഉദ്ദേശം, അതല്ലാതെ പുതുതായിട്ട് ഒരു ഇബാദത്തുകൾ ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എന്നുള്ളതാണ് ഇവിടെ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി ആ ഹദീസിൻ്റെ മുഴുവൻ ലഫ്ലുകൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സമസ്തക്കാരും അതുപോലെ തന്നെ അവർ പൂർവികരായിട്ടുള്ള സൂഫികളുമൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ദുർവ്യാഖ്യങ്ങൾ മാത്രമാണ്. ഇനി രണ്ടാമത്തെ വീക്ഷണത്തിലൂടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ത്, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. വൽ വജ്ഹു സാനി മിൻ വജ്ഹിൽ ജവാബി. അപ്പോൾ നമ്മൾ രണ്ടാമത് വീക്ഷണത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന അദ്ദേഹത്തിനുള്ള മറുപടി, അഥവാ ഈ ഇത്തരം മുബ്തദീങ്ങൾക്കുള്ള മറുപടി, അന്ന കൗലഹു മൻ സന്ന സുന്നത്തൻ ഹസന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വാക്ക് മൻ സന്ന സുന്നത്തൻ ഹസന, അതുപോലെ വമൻ സന്ന സുന്നത്തൻ സയ്യിഅ എന്നുള്ളത് ലാ യുംകിനു ഹംലുഹു അലൽ ഇഖ്തിറാഇ മിൻ അസ്ലിൻ, അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും തന്നെ നമുക്കത് പുതുതായിട്ട് ഒരു പ്രവർത്തനം ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റില്ല. ലാ യുംകിനു ഹംലുഹു, ഒരിക്കലും തന്നെ അത് എടുക്കാൻ പറ്റില്ല. എന്ത്? അലൽ ഇഖ്തിറാഇ മിൻ അസ്ലിൻ, അടിസ്ഥാനപരമായിട്ട് സമസ്തക്കാരും അതുപോലെ തന്നെ അവർ പൂർവികരായിട്ടുള്ള സൂഫികളും പിഴച്ച സൂഫികളൊക്കെ കൊണ്ടുവരുന്നൊരാശയം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണ്? ലി അന്ന കൗനഹ ഹസനത്തൻ ഔ സയ്യിഅ, കാരണം ഒരു കാര്യം ഹസനത്ത് നല്ലതോ അല്ലെങ്കിൽ ഔ സയ്യിഅത്തൻ ചീത്തയോ ലാ യുറഫു ഇല്ലാ മിൻ ജിഹതി ശർ, കാരണം അത് ഒരിക്കലും അറിയപ്പെടുകയില്ല ഇല്ലാ മിൻ ജിഹതി ശർ. അല്ലാഹു തആല ശാരിയായ അല്ലാഹു തആല കൃത്യമായി തന്നെ എന്താണോ നല്ലതെന്ന് എന്താണ് ചീത്തയെന്ന് ഇറക്കിയിട്ടല്ലാതെ എന്ത് ചെയ്യില്ല, നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. لأن التحسين والتقبيح مختص بالشرع لا مدخل للعقل فيه, ഒരു കാര്യം നല്ലതോ ഒരു കാര്യം ചീത്തയോ മുഖ്തസും ബിഷ, അത് ഷറ എന്താക്കാണ്, ഹാസാക്കുന്ന ഒരു കാര്യം, ഷറ മാത്രമാണ് അതിൻ്റെ അവകാശമുള്ളൂ. ഒരു കാര്യം അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ തീരുമാനിക്കാൻ ശാരിയായ അല്ലാഹു തആലയിൽ നിന്ന് തന്നെ വേണം, ഖുർആനും സുന്നത്തും വേണം. ലാ മദ്ഖല ലിൽ അഖ്ലി ഫീഹി, അതിൽ എന്തില്ല, സിംസാറിൻ്റെയോ അല്ലെങ്കിൽ സിംസാറിൻ്റെ പൂർവികരായ പിഴച്ച സൂഫികളുടെയോ അഖിൽ എന്തില്ല, അതിൽ പ്രവേശനമില്ല. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ഒരു കാര്യം നല്ലതോ ഒരു കാര്യം ചീത്തയോ അത് തീരുമാനിക്കാൻ അല്ലാഹു തആല. വഹുവ മദ്ഹബു ജമാഅത്തി അഹ്ലുസുന്ന, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം. സുന്നിയാണോ നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് ഈ അടിസ്ഥാനമായിരിക്കണം എടുക്കേണ്ടത്. മുബ്തദിയാണോ അതിൽ തുടർന്ന് കൊണ്ടുവരുന്നു. വഇന്നമാ യഖൂലു ബിഹിൽ മുബ്തദിഅ, എന്നാൽ പിഴച്ച ആൾക്കാരുടെ വർത്തമാനം എന്താണ്? അനി, അവർ പറയും എന്ത്? വത്തക്ബീഹ അത്തഹ്സീന വത്തക്ബീഹ ബിൽ അഖ്ലി, അഥവാ നല്ലതോ ചീത്തയോ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളെ ബുദ്ധി കൊണ്ടാണ്. ഒരു കാര്യം കണ്ടില്ലേ, നമ്മുടെ സംസാരമൊക്കെ പലതരത്തിലുള്ള ബിദ്അത്തുകളായിട്ടുള്ള നോമ്പുകളും ബിദ്അത്തുകളായിട്ടുള്ള ദിക്റുകളും ബിദ്അത്തുകളായ സലാത്തുകളും ഒക്കെ, അഥവാ നാരിയ സലാത്തും അതുപോലെ തന്നെ അവർ ഇറക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ കൊല്ലം പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന പല പരാമർശങ്ങളാണ് എന്ത്? നല്ലതല്ലേ, ഇത് നല്ലതല്ലേ, ഇത് ചീത്ത കാര്യമല്ലല്ലോ, സലാത്തല്ലേ, ദിക്റല്ലേ. എന്നാൽ അത്തഹ്സീന വത്തഖ്ബീഹ ബിൽ അഖ്ൽ എന്നുള്ളത് യഖൂലു ബിഹിൽ മുബ്തദിഅ, അത് ആരുടെ വാക്കാണ്? മുബ്തദിഈങ്ങളുടെ വാക്കാണ്. അപ്പോൾ നിങ്ങൾ മുബ്തദിഈങ്ങളുടെ വാക്കിൽ അടിയുറച്ചു നിൽക്കണം. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഭിപ്രായമായിട്ടുള്ള, അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലിഅന്ന തഹ്സീന വത്തഖ്ബീഹ മുഖ്തസ്സുൻ ബിശ്ശറ ലാ മദ്ഖല ലിൽ അഖ്ലി ഫീ, ശാരിയായ അല്ലാഹു തആല എന്താണോ നന്മ കൽപ്പിച്ചത് എന്താണോ തിന്മ കൽപ്പിച്ചത് ഇവിടെ നിൽക്കുന്നുവോ അതോ മുബ്തദിഈങ്ങളായിട്ടുള്ള സിംസാൽ ഹഖ് ഹുദവി പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങുന്നുവോ നിങ്ങൾ തീരുമാനിക്കുക. ഇതിനെ സിംസാൽ ഹഖ് ഹുദവി എന്ത് ചെയ്യുക? നിങ്ങൾ ക്രോസ് ചെയ്യണം. ഈ പറയുന്ന ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി, നിങ്ങൾ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹിയുടെ കിതാബ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ കിതാബിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് സുഹൈൽ ഇവിടെ എന്ത് ചെയ്യണം? ഇത് വെച്ച അർത്ഥങ്ങളൊക്കെ തെറ്റാണെന്നും അതുപോലെ തന്നെ ഇതൊന്നല്ല അതിൻ്റെ ഉദ്ദേശം എന്നുള്ള എന്ത് ചെയ്യണം? നിങ്ങളിവിടെ തെളിയിക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് ടെസ്റ്റ്മെന്റ് ഫഖദ് ആദൽ ഹദീസ് വൽഹംദുലില്ലാഹി ഹുജ്ജതൻ അല അഹ്ലിൽ ബിദ്അ. അപ്പോൾ ഹദീസിൽ നിന്നും എന്താണ്? അൽഹംദുലില്ലാ ഹുജ്ജതൻ തെളിവാണ്, അല അഹ്ലിൽ ബിദ്അ നിങ്ങൾക്കെതിരാണ്, മുബ്തദീങ്ങൾക്കെതിരാണ്. സിംസാൽ ഹഖ് ഹുദവി മൻ സന്ന ഫിൽ ഇസ്ലാം സുന്നത്തുൻ ഹസന എന്നുള്ളത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് യു, ഇറ്റ്സ് എൻ എവിഡൻസ് എഗെയിൻസ്റ്റ് യു മിൻ ജിഹതി ലഫ്ലിഹി, ഏത് വിഷയത്തിലൂടെ? അദ്ദേഹം ആ ഹദീസിൻ്റെ ലഫ്ലിലൂടെ. വശറഹിൽ അഹാദീസിൽ ഉഖർ, അതുപോലെ തന്നെ മറ്റ് ഹദീസിൻ്റെ തഫ്സീർ കൊണ്ടും നിങ്ങൾ ഈ കൊണ്ടുവന്നുള്ള ഹദീസ് ബിദ്അഹ്സൻ എന്നുള്ള നിലക്കാണെങ്കിൽ അത് നിങ്ങൾക്കെതിരാണ്. ഇറ്റ്സ് എഗെയിൻസ്റ്റ് യു, ഇറ്റ്സ് എൻ എവിഡൻസ് എഗെയിൻസ്റ്റ് യു. സിംസാൽ ഹഖ് ഹുദവി അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇദ്ദേഹം പറയുന്ന ഒരു വീമ്പളൊക്കെ ഉണ്ട്, ഒന്നുകൂടി എന്ത് കേൾക്കുന്നത്? നബി തങ്ങളുടെയും മറ്റും നമ്മുടെ പണ്ഡിതൻ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും ഉദ്ധരണികൾ വെച്ച്
ഇനിയൊരു കാലത്തൊരു മറുപടി ഇല്ലാത്ത വിധം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ 700-800 കൊല്ലങ്ങൾക്ക് മുന്നേ പണ്ഡിതന്മാർ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള സൂഫികൾക്ക്, സൂഫി ഡാൻസും സൂഫി ദിക്റും ഒക്കെ കാട്ടിക്കൂട്ടിയിരുന്ന ആ കൗമിന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മറുപടി നൽകിയിട്ടുണ്ട്. മറുപടി നൽകുന്നില്ല, മറുപടി നൽകിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു സമാധാനിക്കാൻ വേണ്ടിയുള്ള കുറച്ച് വാക്കുകൾ മാത്രമാണ്. അള്ളാഹു തആല ഹക്കായി മനസ്സിലാക്കണം, ബാത്തിലിനെ തെളിക്കാനും എല്ലാവരും നമ്മളെ സഹായിക്കുമാറാകട്ടെ. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് ബഹുമാന്യനായ സുഹൃത്ത് സുഹൈൽ യൂസഫ് സംസാരിച്ചിട്ടുള്ളത്. എന്ത് ക്ലാരിറ്റിയോടുള്ള സംസാരമാണ്, പ്രാമാണികമായല്ലേ സംസാരിച്ചത്. എന്നാലും മുസ്ലിയാക്കന്മാർ പറയും ഇവര് സംവാദത്തിലൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ, എവിടെ മൗലവി മറുപടി, മൗലവി പറഞ്ഞിട്ടില്ല, എന്റെ ഒറ്റ ചോദ്യവും തൊട്ടിട്ടില്ല. ഇവര് സ്ഥിരം പരിപാടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇസ്ലാമികപരമായ ഒരു കാര്യം, അതെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഒരു കാര്യം ഇസ്ലാമികമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമാ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്, ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെന്താ വ്യത്യാസം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം നബിദിനം ആഘോഷം ഇസ്ലാമികമാകണം. കാരണം ഇതിന് ഇത്രമാത്രം പുണ്യം ഇവർ പറയുന്നുണ്ട്. എന്ത്, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നുണ്ട്, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സുന്നത്താണെന്ന് വാദിക്കുന്നുണ്ട്. എവിടെ തെളിവ്? തെളിവില്ല. ദുർവ്യാഖ്യാനമാണ്. മനസ്സിലായല്ലോ, ദുർവ്യാഖ്യാനം മാത്രമാണ്. സൂറത്ത് യൂനിസിൽ 58-ാമത്തെ ആയത്ത് ഓതാറില്ലേ? എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് സംവാദങ്ങളിലോ ഗണനങ്ങളിലോ എന്താണ് ആധികാരിക തഫ്സീറുകൾ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടി പറ്റാത്തത്? എന്തുകൊണ്ട് പറ്റാത്തത്? നമ്മൾ പലതവണ നമ്മളെ പണ്ഡിതന്മാർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവർ പലതവണ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ കേട്ടു, പലതവണ നിങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു. അതുപോലെ തന്നെ മുഖാമുഖ വേദികളിൽ വന്ന് ഈ ആയത്ത് ഓതിയിട്ട് മുസ്ലിയാക്കന്മാർ ചക്രശ്വാസം വിളിക്കുന്നത് നമ്മൾ പലതവണ കണ്ടു. നിങ്ങളുടെ അള്ളാന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ്, ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. നാട്ടികവി മൂസ മുസ്ലിയാർ സംസാരിക്കുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം പച്ചക്ക് കളവ് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരൊക്കെ ഈ രീതിയിൽ കളവുകൾ പറഞ്ഞിട്ടാണുള്ളത്. അത് കൃത്യമായ തെളിവാണ് സിംസാറുൽ ഖുദവി പറഞ്ഞത്. എന്താണ്? പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞത്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നിങ്ങളുടെ ഉസ്താദായ നിങ്ങളുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ തന്നെ പറഞ്ഞ കാര്യം. മനസ്സിലായല്ലോ? ആ ബഹുമാനപ്പെട്ട പണ്ഡിതൻ പിന്നെ നബിദിനം ആഘോഷം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നിന്റെ സിംസാറുൽ ഖുദവിയോട് നീ ഈ പറഞ്ഞ വാദം ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും പുണ്യമുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന, സുന്നത്താണ് എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ നബിദിനം ആഘോഷം പോലെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇമാം നവവി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കൊണ്ടുവരാം, അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആ കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ, ഏതെങ്കിലും ഒരു മുസ്ലിയാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പാരമ്പര്യമായി നമുക്ക് ഇങ്ങനെ തുടരാം എന്നൊക്കെയാണ് ഇമാം നവവി പറഞ്ഞിട്ടുള്ളത് എന്നാണ് എങ്കിൽ അത് നിന്റെ സിംസാറുൽ ഖുദവിയെ കൊണ്ട് ഒന്ന് പറയാൻ വേണ്ടി പറയുക. മനസ്സിലായല്ലോ? അപ്പോ നിനക്ക് പ്രാമാണികമായി മറുപടി കിട്ടിയല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തത വേണം. അതിനാണ് നമ്മൾ സിംസാറുൽ ഖുദവിയെ ചോദിച്ചത്. സിംസാറുൽ ഖുദവി പലതവണ നമ്മൾ മറുപടി പറഞ്ഞിട്ടും നമ്മുടെ പണ്ഡിതന്മാർ പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും സിംസാർ തൊടാറില്ല. അപ്പൊ സിംസാർ പലതും പറഞ്ഞു പോവുക, ഇത് ബാക്കിയില്ലോ വന്നിട്ട് ബായി തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ നമ്മൾ പണ്ഡിതന്മാർ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിന്റെ പൂതിയാണ്. ഇനിയും മുജാഹിദുകളെ ചൊറിയാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ആദ്യം പോയി കൃത്യമായി എന്താണ് വിഷയം എന്നൊന്ന് പഠിക്കുക, അതിനുശേഷം സംസാരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം വിവരദോഷികളായ മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.